Good afternoon, teacher. Good afternoon, all. Jasmine Sharon, alle. Shara. Good afternoon, miss. Good afternoon. Okay. Start ചെയ്യാം ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസിസ്റ്റൻസി അറ്റൻഡൻസ് തുടങ്ങിയാണ് നമ്മൾ എടുത്തതല്ലേ. നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു പബ്ലിക് റിലേഷന്റെ ചാപ്റ്റർ ഇവിടെ നമുക്ക് തീരുന്നതാണ് കേട്ടോ. ഇത് കൂടി ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ തീരുന്നതാണ്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ് അല്ലെ, അറ്റൻഡൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞു ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇമെയിൽ ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒക്കെ അയക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റിന്റെ കൺസിസ്റ്റൻസി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും തുടങ്ങി അല്ലെ. ബെറ്റർ ദ റിലേഷൻ ഓർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് മോർ കൺസിസ്റ്റൻസി. അതായത് നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ആയിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസിസ്റ്റൻസി എന്ത് ചെയ്യാനായിട്ട് അറ്റൻഡൻസ് കൂട്ടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ദെൻ നമ്മൾ ഡൊണേഷനെ പറ്റി പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽസിന്റെ പ്രൈമറി മിഷൻ എന്ന് പറയുന്നത് ഡൊണേഷൻ ആണ് അല്ലെ. അത് ചിലപ്പോൾ സംടൈംസ് നമ്മൾ പറഞ്ഞു പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഡൊണേഷൻ എന്താണ് ആവശ്യമായിട്ട് വന്നേക്കാമെന്ന് പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ നോക്കി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാമ എന്നുള്ളത് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഇതാണ് ലാമ. ലിവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് സെയിം ഒരു ഇത് തന്നെയാണ്. AMA അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് AMA. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലാമ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ഒരു ഡോക്ടറിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ ഇതില് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഇതിന് വിരുദ്ധമായിട്ട് ഓൾറെഡി ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ആണ് ലാമ പേഷ്യൻസ് പറയുന്നത്. അവർക്ക് എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട്, AMA പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു ഫോം ഒക്കെ ഫില്ല് ചെയ്യണം നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു മോർ ലാമ പേഷ്യന്റ് അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ കൂടുതൽ ലാമ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ പബ്ലിക് റിലേഷൻ നല്ല രീതിയിൽ മൂവ് ആയിട്ട് പോകുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാക്സിമം ലാമ പേഷ്യൻസിനെ കുറയ്ക്കുക എന്നതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ലാമ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പോയിന്റ്. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ലോക്കൽ ന്യൂസ് പേപ്പർ. നമ്മൾ പറഞ്ഞു കത്തുകളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾക്ക് ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ അതിനായിട്ടുള്ള ഒരു എന്താണ് പറയാ ഒരു സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പബ്ലിക് റിലേഷന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മൾ കുറെ പോയിന്റ്സ് പറഞ്ഞായിരുന്നു. ക്വാളിറ്റീസ് അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു കോമൺ സെൻസ് വേണം, പിന്നെന്താണ് ഒരു ജഡ്ജ്മെന്റ് വേണം, ഒബ്ജക്ടിവിറ്റി വേണം, പിന്നെ നമ്മൾ പറഞ്ഞു ലോങ് ടൈമില് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധ വേണം, ക്രിയേറ്റീവ് ഐഡിയാസ് വേണം, അത് സംസാരിക്കാനും അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്പീക്ക് ചെയ്യാനും നല്ലൊരു വോയിസ് വേണം. പബ്ലിക്കിന്റെ മുന്നിൽ എപ്പോ ഏതൊരു സിറ്റുവേഷനിലും പബ്ലിക്കിന്റെ മുന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ധൈര്യം വേണം. നെർവസ്നെസ് ഒന്നും ആയിരിക്കാൻ പാടില്ല ആള്. പിന്നെ പറഞ്ഞു മീഡിയനായിട്ടുള്ള ഒരു ഒരു സ്പെഷ്യലൈസേഷൻ ഒക്കെ വേണം, എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ് ആയിരിക്കണം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു ആ പ്രൊഫഷനോടായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലെ. ഹോസ്പിറ്റൽ എന്നുള്ള പ്രൊഫഷനോടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് വേണം. പിന്നെ നമ്മൾ പറഞ്ഞു എഴുതാനും വായിക്കാനൊക്കെ അറിയാം, ഒരു ഹ്യൂമർ സെൻസ് വേണം അല്ലെ. പിന്നെ എന്താണ് എല്ലാ പെയിനും എല്ലാ വേദനകളും സഹിക്കാനായിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഇത് വേണം അല്ലെ. ഫുൾ ടൈം നമ്മളെ എപ്പോഴും വർക്ക് ചെയ്യാൻ ആള് വില്ലിങ് ആണ് അല്ലെ. അങ്ങനെയുള്ള ഒരു വ്യക്തികളൊക്കെയാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെങ്കിൽ PRO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞായിരുന്നു റോൾ ഓഫ് PR. ഒരു PRന്റെ റോൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിക്കണം അല്ലെ. അതായത് നമ്മൾ പറഞ്ഞു ഒരു കമ്പനി എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും ആ ഒരു കമ്പനിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് ചെയ്യേണ്ടതും ഡീൽ ചെയ്യേണ്ടതും ആരാണ്? PRO ആയിരിക്കും. സ്പോക്ക് സ്പീക്കേഴ്സ് ഓഫ് മാനേജ്മെന്റ് അല്ലെ, അദ്ദേഹമാണ് ഒരു സ്പോക്ക് സ്പീക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു PRO എന്ന് പറയുന്നത് അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം അല്ലെ. പബ്ലിക് റിലേഷൻ മാനേജ് ചെയ്യാനും ക്രാഫ്റ്റ്സ് കമ്മ്യൂണിക്കേഷൻ പോളിസീസും സൂപ്പർവൈസേഴ്സ് ഒക്കെ ഡെവലപ്ഡ് സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ന്യൂസ് റിലീസ്ഡ് ഓഫ് ദ കമ്പനിയിലെ ന്യൂസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു സൈക്കോളജിയിലോ അല്ലെങ്കിൽ ജേർണലിസത്തിലോ എസെൻഷ്യൽ ആയിട്ടുള്ള ടാലന്റ് ഉണ്ടായിരിക്കണം അദ്ദേഹത്തിന്. ഇനി നമ്മൾ പറഞ്ഞു
പ്രോബ്ലം സോൾവർ അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ നേരിട്ട് നമ്മൾ പറഞ്ഞില്ലേ കംപ്ലൈന്റ് ബോക്സിൽ നമ്മളുടെ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ എഴുതുന്നതിന് പകരം നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ PROനെ നമുക്ക് അവതരിപ്പിക്കാം അല്ലെ. ഇങ്ങനെയുള്ള ഇന്ന കാര്യങ്ങൾ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോ നിർദ്ദേശങ്ങൾ നമുക്ക് ആരോട് പറയാം, PROനോട് പങ്കുവെക്കാം. ഓക്കെ, ആണ് പ്രോബ്ലം സോൾവർ. ഇനി നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ മാസ്റ്ററോ എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻ, മാനേജ്, കൺട്രോൾ, ഔട്ട്റീച്ച് എഫേർട്സ് അല്ലെ. He is accountable for media placement and arranging organizational function effort to executives അല്ലെ. അതായത് അവിടെയുള്ള ഓർഗനൈസേഷൻസിലെ ഫംഗ്ഷൻസിനെ അറേഞ്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ മീഡിയാസിനെയും ആ ഒരു മീഡിയക്കുള്ള ഇമ്പോർട്ടന്റ് പ്ലേസസ് ഒക്കെ കൊടുക്കുന്നത് ആരായിരിക്കും? നമ്മളുടെ PRO ആയിരിക്കും അല്ലെ. ഓക്കെ, ദെൻ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ് വരെ. ഇത്രയും ക്ലിയർ ആണല്ലോ, എളുപ്പമാണ് അല്ലെ. നമുക്ക് എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല, എളുപ്പമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ചുമതലകൾ. റോള് എന്ന് വെച്ചാൽ അയാളുടെ ആ റോൾ എന്താണെന്ന് സെയിം വേ ഒക്കെ തന്നെയാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ചുമതലകൾ. അയാൾക്ക് ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ പബ്ലിക് റിലേഷന്. അതുപോലെ തന്നെ അയാൾക്ക് ചുമതലകളുണ്ട് അല്ലെ. ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, അഡ്വൈസ് ചെയ്യണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ എന്താ ഫങ്ഷൻസ് ഉണ്ട് അല്ലെ, ചുമതലകൾ അദ്ദേഹത്തിന് ഉണ്ട്. ഏതൊക്കെയാണ് ചുമതലകൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് വായിക്കാം. ഓക്കെ, ഷാരോണും ജാസ്മിനും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഷാരോൺ വായിച്ചോളൂ. ഫസ്റ്റത്തെ 3 പോയിന്റ് വായിച്ചോളൂ കേട്ടോ. ഓക്കെ, ഷാരോൺ കേൾക്കണില്ലേ? Miss, planning, publicity, strategy, and campaign. Campaigns. Okay. Second point. Writing and producing presentations and press releases. Press release. Okay. Next, another point. To deal with the inquiries from the public, the press, and related organizations. Okay. ഷാരോൺ, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? പ്ലാനിങ്, പബ്ലിസിറ്റി, സ്ട്രാറ്റജീസ് ആൻഡ് കമ്പെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഷാരോണിന് എന്ത് മനസ്സിലായി? പറഞ്ഞോളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞോളൂ കേട്ടോ. പ്ലാനിങ്, പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറയില്ലേ പബ്ലിസിറ്റി കൊടുക്കുക അല്ല, ആർക്ക് പബ്ലിസിറ്റി കൊടുത്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഒരു ഐഡിയ ഇല്ല. ഓക്കെ, ഷാരോണൊന്ന് ട്രൈ ചെയ്ത് നോക്കി. തെറ്റുണ്ടെങ്കിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. പൊതുവായിട്ട് ഒരു പ്ലാനിങ്. അതാ പ്ലാനിങ് മീൻസ് ആസൂത്രണം ചെയ്യുക. ഓക്കെ, പബ്ലിസിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളെ ഇപ്പോ ഇലക്ഷനൊക്കെ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കില്ലേ ഓരോ ഇലക്ഷൻ വോട്ട് ആ ഒരു പാർട്ടിക്കാരൊക്കെ അതിന് നമ്മള് അപ്പൊ പ്രചാരണം ചെയ്യുക അല്ലെങ്കിൽ പ്രചാരണം നടത്തുക എന്നാണ് കേട്ടോ മീനിങ്. അപ്പൊ എന്താണ് പരസ്യതന്ത്രങ്ങളും അല്ലെങ്കിൽ സ്ട്രാറ്റജീസും അങ്ങനെയുള്ള പ്ലാനിങ് ആസൂത്രണങ്ങളൊക്കെ പ്രചാരണങ്ങളൊക്കെ ചെയ്യുക. അതായത് ആ ഓരോ സെക്ഷനിലെ കാര്യങ്ങള് പ്ലാനിങ് ചെയ്യേണ്ടതും ആസൂത്രണം ചെയ്യേണ്ടതും ഒരു പബ്ലിക് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലയാണ്. നെക്സ്റ്റ് നോക്കാം, റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻ ആൻഡ് പ്രസ് റിലീസ്. നോക്കാം, റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻ അല്ലെ, അവതരണം അല്ലെങ്കിൽ പത്രക്കുറിപ്പുകള്. ഇങ്ങനെ പത്രത്തിലെ കാര്യങ്ങൾ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, അങ്ങനെയുള്ള പത്രക്കുറിപ്പുകളും അല്ലെങ്കിൽ അവതരണങ്ങളും എഴുതുകയും അല്ലെങ്കിൽ അത് നിർമ്മിക്കുകയും ചെയ്യണം, എഴുതുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? PROന് ആണ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് നോക്കാം, ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ അല്ലെ. അതായത് മാധ്യമങ്ങളിൽ നിന്നും, ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം പബ്ലിക് അല്ലെ, മാധ്യമങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുള്ള അന്വേഷണം കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? PRO ആയിരിക്കും. അതായത് ജനങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ എൻക്വയറീസും അല്ലെങ്കിൽ പ്രസ്സിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പ്രസ് മീറ്റിംഗ് ഒക്കെ വെക്കില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രസ് മീറ്റിംഗ് വെച്ചിട്ട് അതിൽ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അതിന്റെ ചുമതലയ്ക്ക് ആർക്കാണ്? PROന് ആയിരിക്കും കേട്ടോ. ഓക്കെ, 3 പോയിന്റ് ക്ലിയർ ആയല്ലോ. ഓക്കെ, ജാസ്മിൻ നെക്സ്റ്റ് 3 പോയിന്റ് വായിക്കൂ.
To organize and attend promotional events such as press conference, open days, exhibitions, tours, and visit. Okay, next point. To speak. To speak publicly at interviews, press conference, and presentations. To provide clients with information about new promotional opportunities and current pre-campaigns progress. Okay. First point പറഞ്ഞോ ജാസ്മിൻ എന്താണ്? To organize പ്രൊമോഷണൽ ഇവന്റ്സിനായിട്ട് അറ്റൻഡ് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുക, അതായത് പ്രസ് കോൺഫറൻസ്, ഓപ്പൺ ഡേ, എക്സിബിഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലെല്ലാം ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഓപ്പൺ ഡേ ഒക്കെ വെക്കാറുണ്ട് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്. എക്സിബിഷൻസ് വെക്കും, ടൂർസ് വെക്കും, ചിലപ്പോ സന്ദർശനങ്ങളൊക്കെ വെക്കാറില്ല ഇപ്പൊ ഓർഫനേജുകൾ, അതുപോലെയുള്ള ഒത്തിരി സന്ദർശനങ്ങളൊക്കെ വെക്കും. ഇതെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത്, ഓർഗനൈസ് ചെയ്യേണ്ടതും ആരാണ്? PRO ആയിരിക്കും. ഓക്കെ ജാസ്മിൻ, നെക്സ്റ്റ് പോയിന്റ്. ടു സ്പീക്ക് പബ്ലിക്കലി, ഇന്റർവ്യൂസിനെല്ലാം ഓപ്പൺ ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുക, പ്രസന്റേഷൻസ് എല്ലാം. പബ്ലിസിറ്റി, അതായത് ഇന്റർവ്യൂസും അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ്, പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യുക അല്ലെ. അങ്ങനെ വിവരങ്ങളൊക്കെ ക്ലയന്റിന് നൽകേണ്ടത്, പ്രസ് കോൺഫറൻസിന്റെയും അല്ലെങ്കിൽ ഇന്റർവ്യൂസിന്റെയും വിവരങ്ങളൊക്കെ ക്ലയന്റിന് നൽകേണ്ട ഉത്തരവാദിത്തം PRO-നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ടു പ്രൊവൈഡ് ക്ലയൻസിന് ഇൻഫർമേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും കറണ്ട് പ്രീ ക്യാമ്പയിൻസിന്റെ പ്രോഗ്രസിനെ പറ്റിയെല്ലാം ക്ലയൻസിന് ഇൻഫർമേഷൻ നൽകുക. ഓപ്പർച്യൂണിറ്റി പ്രൊമോഷന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ക്ലയന്റിനെ അറിയിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ടു അനലൈസ് മീഡിയ കവറേജ് അല്ലെ. നമ്മൾ പറഞ്ഞു മീഡിയയുടെ കാര്യങ്ങൾ, ഈ പ്രസ് കോൺഫറൻസിലായാലും മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ഒക്കെ ചെയ്യേണ്ടത് PRO ആണ്. നെക്സ്റ്റ്, to liaise with clients, managerial and journalistic staff about budgets and time scales and objectives. അതായത് വേറൊന്നുമില്ല, പറഞ്ഞ പോലെ പരസ്പര ടു ലൈസ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്പർക്കം, അതായത് ക്ലയൻസ് ആയിട്ട് ഒരു നല്ല രീതിയിൽ ഒരു കോർപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകണം. മാനേജറിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് അബൌട്ട് ബഡ്ജറ്റ്, അതായത് സ്റ്റാഫും ഈ ബഡ്ജറ്റ്സിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ടൈം സ്കെയിൽ ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതിന്റെ ഓരോ സ്റ്റാഫുകളുടെയും ഓരോ ടൈം സ്കെയിലും അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സും അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഡ്യൂട്ടീസും ചുമതലകളും അവരുടെ ബഡ്ജറ്റിന്റെ കാര്യങ്ങളും അങ്ങനെ വരുന്ന എല്ലാ കേസസും അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ എല്ലാം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് PRO ആണ്. അതായത് ഒരു സൂപ്പർവൈസർ പോലെ സ്റ്റാഫിന്റെ ഇടയിലായാലും മീഡിയയുടെ ഇടയിലായാലും എല്ലാത്തിന്റെ ഇടയിൽ ഒരു സൂപ്പർവൈസർ പോലെ ഒരു ഓൾറൗണ്ടർ ആയിട്ട് എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുക. അതാണ് PRO ചെയ്യേണ്ട ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് ക്ലിയർ ആയല്ലോ, എളുപ്പമാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ. അഡീഷണൽ ആയിട്ടുള്ള കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് കൺസിഡറേഷൻ കൊടുത്തു എന്ന് പറയില്ലേ, പരിഗണന, അഡീഷൻ, പരിഗണന ആർക്കൊക്കെയാണെന്ന് കേട്ടോ നോക്കാം. വായിക്കുമ്പോൾ തന്നെ എളുപ്പമാണ്, മനസ്സിലാവും കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്, പ്രസ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറയാൻ പോകുന്നത്. PR must get to know the local press well. Local press can be hospital's principal helper in this regard. A hostile press can do a lot of harm. If an editor understands the hospital's problems, he can help enormously. എന്താണ് ഇവിടെ പറയുന്നത്? PR, public relation, must get to know the local press well അല്ലെ. PR എന്ന് പറഞ്ഞാല് പ്രാദേശിക മാധ്യമങ്ങളായിട്ട് മാധ്യമങ്ങളെ നന്നായിട്ട് അറിയുന്ന ആളായിരിക്കണം. മാധ്യമങ്ങളുമായിട്ടൊരു മീഡിയ ആയിട്ട് കണക്ഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു ക്വാളിറ്റീസില്. അതുപോലെ സെയിം ആ ഒരു മാധ്യമങ്ങളായിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു അടുപ്പം വേണം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ നല്ല രീതിയിൽ അറിയണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ലോക്കൽ പ്രസ് ക്യാൻ ബി ഹോസ്പിറ്റൽസ് പ്രിൻസിപ്പൽ ഹെൽപ്പർ ഇൻ ദിസ് റിഗാർഡ് അല്ലെ. ഈ പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്താ, പ്രാദേശിക മാധ്യമങ്ങൾക്ക് ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ അത് സഹായിക്കണം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ തത്വങ്ങളെ നല്ല രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ദെൻ a hostile press can do a lot of harm if an editor understands the hospital's problems. He can help enormously അല്ലെ. അതായത് ഇപ്പോ ശത്രുതാപരമായ, ഹോസ്റ്റൈൽ മീൻസ്
ശത്രുതാപരമായിട്ടുള്ളതൊക്കെ പറയില്ലേ, അതായത് റോങ് ആയിട്ട് അഗേൻസ്റ്റ് ആയിട്ട് ശത്രുപക്ഷത്തുള്ള അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്. ഹോസ്റ്റൈൽ പ്രസന്റ്. അപ്പോ ഈ ശത്രുതാപരമായിട്ടുള്ള ഒരു പ്രസ്സിന് വരിക, അങ്ങനെയുള്ള ഒരു പ്രസ്സിനാണെങ്കിൽ ദോഷം ചെയ്യാനും കഴിയും. ഹോസ്പിറ്റലിനെതിരെ വേറെ അനാവശ്യമായിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു ഹോസ്പിറ്റലിന് സാധിക്കും. ഇഫ് ആൻ എഡിറ്റർ അണ്ടർസ്റ്റാൻഡ് ദ ഹോസ്പിറ്റൽ പ്രോബ്ലം. ഇപ്പോ ഒരു എഡിറ്ററിന് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് അതനുസരിച്ച് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഇത്രമാത്രം PR-ന് എന്ത് ചെയ്യാ, പ്രസ് ആയിട്ടുള്ളൊരു മീഡിയ ആയിട്ടൊരു കണക്ഷൻ വേണം അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു, അപ്പോൾ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിന് വരുന്ന ഇക്കാര്യത്തിൽ ആശുപത്രികളെ സഹായിക്കാനായിട്ട് മീഡിയക്ക് അല്ലെങ്കിൽ പ്രസ്സിന് സാധിക്കും. ഇനി ശത്രുതാപരമായിട്ടുള്ള പ്രസ്സിനൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയാനും കഴിയും. അപ്പൊ ഒരു എഡിറ്ററിന് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പ്രസ്സിൽ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും നമുക്ക് പറയുന്നത് ആണ് കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ് പറയുന്നത്. നോക്കാം. When something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. അല്ലെ, മനസ്സിലായ നിങ്ങൾക്ക് വായിച്ചിട്ട്? പ്രസിന്റെ ഒരു കാര്യമുണ്ട് പറയുന്നത്, അത് കൂടുതലൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകണ്ടല്ല എന്ന് കരുതിയാണ്. നിങ്ങൾ ആ മീനിങ് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ, ഒന്ന് മനസ്സിലാക്കാം. When something has gone seriously wrong and consequences may be of public concern, legitimate information must be volunteered as early as possible. അല്ലെ, നോക്കാം. അതായത് ഇപ്പോ എന്തെങ്കിലും when something has gone seriously wrong, ഗുരുതരമായിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു തെറ്റ് മേബി സംഭവിക്കുകയാണെങ്കിൽ ഈ പൊതുജനത്തിന്റെ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ എന്താണ്, നിയമാനുസൃതമായിട്ടുള്ള വിവരങ്ങൾ എത്രയും വേഗം സ്വമേധയാ നൽകേണ്ട ഉത്തരവാദിത്തമുണ്ട് ഈ പ്രസ് മീഡിയക്ക്. അതായത് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുകയാണ്, അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു അനന്തരഫലങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമാനുസൃതമായിട്ട് തന്നെ ആ ഒരു നിയമാനുസൃതമായ വിവരങ്ങൾ എത്രയും വേഗം സ്വമേധയാ നൽകേണ്ട ഉത്തരവാദിത്വം ഈ PR-നൊക്കെ തന്നെയാണ്. ഈ പ്രസ് മീഡിയയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നൽകണം. അത്രയേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് പോയിന്റ് നോക്കാം. ക്ലിയർനെസ് ഓഫ് ഓൾ മെറ്റീരിയൽ intended for release must be controlled by the chief of PR. The material should be put on a format and released in a manner calculated to benefit the hospital. Okay. Clearance of all material intended for release must be controlled by the chief of PR. അതായത് റിലീസിനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും ക്ലിയറൻസും കാര്യങ്ങളും PR ചീഫ് ആയിരിക്കണം, ചീഫ് ഓഫ് PR ആയിരിക്കണം നിയന്ത്രിക്കേണ്ടത്. മെറ്റീരിയൽസ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ പ്രസ് ക്ലബിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയില്ലേ, അത് റിലീസ് ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൺട്രോൾഡ് ആയിട്ടുള്ളത് ചീഫ് PR ആണ്, ചീഫ് ആയിരിക്കണം കൺട്രോൾഡ് ചെയ്യേണ്ടത്. The material should be put on a format and released in a manner calculated to benefit the hospital. അതായത് എന്താ പറയുന്നത്, മെറ്റീരിയൽ ഒരു ഫോർമാറ്റ് ആയിട്ട് ഔപചാരികമായിട്ട് ആ ഒരു മെറ്റീരിയൽ ആശുപത്രിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കണക്കാക്കുകയും വേണം. അത്തരത്തിലുള്ള നല്ലൊരു എന്താ പറയാ മെറ്റീരിയലിനൊരു ഔപചാരികമായിട്ടായിരിക്കണം ആശുപത്രിയിൽ കണക്കാക്കേണ്ടത്. ഓക്കെ, വേറൊന്നല്ല, അതായത് മെറ്റീരിയൽ PR-ന് നൽകുന്ന ഈ ഒരു റിലീസ് ചെയ്യേണ്ട ആ ഒരു പ്രസ് ക്ലബിലെ മെറ്റീരിയൽ ചീഫ് PR-ഓ ആ PR-ന്റെ ചീഫ് ആയിരിക്കണം അതിനെ മേൽനോട്ട് നിയന്ത്രിക്കേണ്ടത്. മെറ്റീരിയൽ എന്താണ്, ഔപചാരികമായിട്ട് നൽകുകയും ആശുപത്രിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ അതിനെ തന്നെ കണക്കാക്കുകയും വേണം. ഓക്കെ, അതെന്താണെന്നുള്ളത് അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. കൂടുതൽ നമുക്ക് എക്സ്ട്രാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത് അത്രയും നമുക്കതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് കേട്ടോ, ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി, ഒന്ന് സ്ക്രീൻ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കട്ടോ.
ഓക്കെ, വായിച്ചായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ. ഓക്കെ, ഷാരോൺ ഒന്ന് വായിക്കാമോ? നെക്സ്റ്റ് Information regarding the condition of hospital patient, especially VIPs and very serious patients, should be granted and preferably governed by an approval code. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യന്റ്, എസ്പെഷ്യലി VIPs and very serious patient, should be guarded, preferably governed by an approval code. അല്ലെ, അതായത് നോക്കാം, ഇപ്പോ ആശുപത്രികളിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് VIPs ഒക്കെ ഉണ്ടാവില്ലേ? VIPs ഉദ്ദേശിക്കുന്നത് ഇപ്പോ മന്ത്രിമാര് അങ്ങനെയുള്ള കുറച്ച് VIPs ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ. ആൻഡ് വെരി സീരിയസ് പേഷ്യൻസ്, അല്ലെ, സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവാം, അല്ലെ. അപ്പോ VIP-കളുടെയും അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള രോഗികളുടെയും അവസ്ഥയെ കുറിച്ചുള്ള വിവരങ്ങള് ഒരു എന്താണ് പറയാ, ഒരു കോഡ്, അല്ലെ, ഒരു അപ്രൂവൽ കോഡ് മുഖേനയാണ് സൂക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു അപ്രൂവൽ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. ആ ഒരു കോഡ് മുഖേനയായിരിക്കും VIP പേഷ്യൻസിന്റെയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെയും എന്താ പറയാ അവസ്ഥയെ കുറിച്ചുള്ള, രോഗാവസ്ഥയെ കുറിച്ചുള്ള, കണ്ടീഷനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് ഒരു അപ്രൂവൽ ആയിട്ടുള്ള ഒരു കോഡിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നോക്കാം. Interviews of patients by the press or taking their photographs should be only permitted if the patient or his or her relatives consent, if it is the hospital's interest. Okay, ഇപ്പോ പേഷ്യൻസിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതോ അല്ലെങ്കിൽ പ്രസ് മീറ്റിംഗ് എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ്, ഇപ്പൊ VIPs ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ചിലപ്പോ മീഡിയക്കാരും അങ്ങനെയുള്ളവരൊക്കെ വരില്ലേ ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ അവരായിട്ടൊരു ഇന്റർവ്യൂ പോലെയൊക്കെ ചെയ്യാനും, അങ്ങനെയൊക്കെ വലിയ വലിയ ആളുകളൊക്കെ കിടക്കുമ്പോൾ അങ്ങനെ പ്രസ് മീറ്റിംഗ് പോലെയോ അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വരാറുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് വേണം? ഓൺലി ബി പെർമിറ്റഡ് ഇഫ് ദ പേഷ്യന്റ് ഓർ ആ പേഷ്യന്റിന്റെ അനുവാദത്തോട് കൂടിയോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിലുള്ള ഒരു കൺസെന്റോട് കൂടി മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ എന്താ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ദ ഹോസ്പിറ്റൽസ് ഇൻട്രസ്റ്റ് ആയിപ്പോ മേ ബി ഹോസ്പിറ്റലിൽ ഇൻട്രസ്റ്റ് കൂടിയാണെങ്കിൽ പോലും എന്ത് വേണം? ഈ ഒരു പേഷ്യന്റിന്റെ അനുവാദമോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൺസെന്റോ കൂടി മാത്രമേ ഇങ്ങനെയുള്ള ഒരു VIP പേഷ്യന്റിനോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യന്റിനോ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ഫോട്ടോസോ എടുക്കാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് നോക്കാം. മെഡിക്കൽ ഇൻഫോർമേഷൻ ആൻഡ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പേഷ്യന്റ്. കേട്ടോ, ഇനി മെഡിക്കൽ ഇൻഫോർമേഷനും ഇൻഫോർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ജാസ്മിൻ വായിച്ചോളൂ ഫസ്റ്റ് പോയിന്റ്. Any medical staff information for public consumption should be cleared by public relations. ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? Any medical staff information for public consumption should be cleared by public relation. എന്താണ് ജാസ്മിൻ എന്ന് പറയാമോ? മെഡിക്കൽ സ്റ്റാഫിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പബ്ലിക് റിലേഷൻ ഓഫീസ് അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതായത് ഇവിടെ പറയുന്നത് ഇപ്പോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനുള്ള ഏതെങ്കിലും മെഡിക്കൽ സ്റ്റാഫിന്റെ വിവരങ്ങൾ, അതായത് മെഡിക്കൽ സ്റ്റാഫ് ഇൻഫോർമേഷൻ, മെഡിക്കൽ സ്റ്റാഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഫോർ പബ്ലിക് കൺസപ്ഷൻ, പൊതുജനത്തിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫ് പരമായിട്ടുള്ള ഇൻഫോർമേഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ, അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടത് PR വഴി വ്യക്തമായിരിക്കണം, പബ്ലിക് റിലേഷൻ വഴി വ്യക്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ,
സെക്കൻഡ് പോയിന്റ് വായിച്ചോളൂ. No patient information should be released without a signed informed consent of the same. എന്താണ് അവിടെ പറയുന്നത്? രോഗിയുടെ Information no patient information should be released without a signed informed consent of same. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ VIPs അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പീപ്പിൾസിന്റെ ഒന്നും ഫോട്ടോസോ അല്ലെങ്കിൽ ഇന്റർവ്യൂസോ രോഗിയുടെ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ കൺസെന്റ് കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സെയിം വേ the no patient information should be released without a signed informed consent. ഇപ്പോ രോഗിയുടെ ഒരു വിവരങ്ങളും ഒപ്പിട്ട സമ്മതം ഇല്ലാതെ, അതായത് സൈൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഇല്ലാതെ മറ്റൊരാൾക്ക് പുറത്തുവിടാൻ പാടില്ല. രോഗിയുടെ വിശദ വിവരങ്ങൾ, ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരാൾക്ക് പുറത്ത് പോകാനായിട്ട് പാടില്ല. ആ ഒരു കൺസെന്റ്, സൈനോട് കൂടിയ ഒരു കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വിവരങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി All questions about hospital operations and its patients should be cleared by Chief Public Relations before being published publicly. എന്താണ് അവിടെ പറയുന്നത്? പറഞ്ഞു നോക്കിയേ. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസും അവിടുത്തെ പേഷ്യൻസിനെ പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങളും ചീഫ് പബ്ലിക് റിലേഷൻസ് ക്ലിയർ ചെയ്യണം. അതായത് പബ്ലിസിറ്റി ഈ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുക? ഈ ഒരു ചീഫ് പബ്ലിക് റിലേഷൻ ക്ലിയർ ചെയ്യണം, അല്ലെ? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാ ചോദ്യങ്ങളും എല്ലാം അത് ക്ലിയർ ചെയ്തിട്ട് വേണം എന്താ പറയാ പബ്ലിസിറ്റി ചെയ്യാൻ എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് റിഗാർഡിംഗ് പേഷ്യന്റിനെ സംബന്ധിച്ച് പറയുന്നത്. ഇതൊക്കെ ഓരോ മെഡിക്കൽ ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ ആ സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഇത് വേറെ എക്സ്ട്രാ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ആ പോയിന്റ്സ് മാത്രം ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് കഴിയാനായിട്ട് എൻഡിങ് ആണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ചെറിയൊരു ചാപ്റ്റർ അല്ലേ, പബ്ലിക് റിലേഷൻ അല്ലെ? എളുപ്പമാണ്, നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. എളുപ്പമായിരുന്നില്ലേ രണ്ടുപേർക്കും? ഷാരോൺ, ജാസ്മിൻ, കുഴപ്പമുണ്ടായോ ചാപ്റ്റർ? എളുപ്പമാണ്. നമുക്ക് ചില ചാപ്റ്റർ എളുപ്പമായിരിക്കും, ചിലത് പാടായിരിക്കും. അങ്ങനെ ഓരോ സെക്ഷൻ നമ്മൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് എളുപ്പമാണ്, കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് പുതിയ ചാപ്റ്റർ ടീച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് റിവൈസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് തുടങ്ങി നമുക്ക് നോക്കാട്ടെ ഈ ചാപ്റ്റർ ഒന്ന്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നോക്കാം, നമുക്ക് ഫസ്റ്റിലെ തുടങ്ങി ഒന്നും കൂടി നോക്കാട്ടോ. രണ്ടുപേരുടെയും കയ്യിൽ കോപ്പി ഉണ്ടോ? ഓക്കെ, കോപ്പി വേണം കേട്ടോ. ഷാരോൺ, കോപ്പി ഉണ്ടോ കയ്യില്? ഓക്കെ, കോപ്പി എടുത്ത് വെക്കണോട്ടോ, എന്നാലും നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു പോകാൻ പറ്റുള്ളൂ. ടീച്ചർ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് മെസ്സേജ് തരാട്ടോ എന്തായാലും. ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോ ടീച്ചർ കൺഫേം ചെയ്യാട്ടോ. ഓക്കെ ടീച്ചർ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇനി ഏത് ടൈമാണ് ക്ലാസ്? ഇനി ക്ലാസ് ഇല്ല, ഇതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് തരാട്ടോ ചാപ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങി നോക്കണേണ് പബ്ലിക് റിലേഷൻ അല്ലെ? നമ്മൾ പറഞ്ഞു എഡ്വേർഡ് ബെർണൈസ് ആണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അല്ലെ? പബ്ലിക് റിലേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് എഡ്വേർഡ് ബെർണൈസ്. ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏതായിരുന്നു? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് PR കോഴ്സ് ചെയ്തത്. പിന്നെ നമ്മളൊരു ഡെഫിനീഷൻ പറഞ്ഞായിരുന്നു, ജോൺ മില്ലറ്റിന്റെ ഡെഫിനീഷൻ പബ്ലിക് റിലേഷനെ പറ്റി. ഓക്കെ, ഷാരോൺ ആ ഡെഫിനേഷൻ ഒന്ന് വായിക്കാമോ? ഓർമ്മയുണ്ടോ? Public relation means known what the public hope for and explaining how administration is satisfying these desires. ഓക്കെ, ജോൺ മില്ലറ്റ് പറഞ്ഞത് പബ്ലിക് റിലേഷനെ പറ്റിയാണ് അല്ലെ? പൊതുജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പബ്ലിക് റിലേഷൻ. നമ്മള് വേറൊരു പബ്ലിക് റിലേഷന്റെ ഒരു കോട്ട് പോലെ പറഞ്ഞായിരുന്നു അല്ലെ? ദെൻ നമ്മൾ പറഞ്ഞു നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പബ്ലിക് റിലേഷൻ വേണം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ. ഓക്കെ, ജാസ്മിൻ പറയാമോ പബ്ലിക് റിലേഷന്റെ കുറച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞ്? നോക്കാണ്ട് ഒന്ന് പറയാൻ പറ്റുമോ? നോക്കണേ, കാണാതെ പറയാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്, ട്രൈ ചെയ്ത് നോക്കട്ടോ. ടീച്ചർ ഏതാണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ? അതെ അതെ, നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ഒന്ന് പറഞ്ഞു നോക്കിയേ. കിട്ടണ അത്രയും പറഞ്ഞാൽ മതി. മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞോളൂ.
increase awareness of hospitals total range, അവയർനെസ്സുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, enlarge visibility for hospital employees program and services, ഓക്കെ, improve employee morale, എംപ്ലോയിഡ് മൊറൈൽ ഇംപ്രൂവ് ചെയ്യുക. act as a foundation, അൺറിയൽ ന്യൂസ് ഒക്കെ വരുമ്പോ അല്ലെ, അതായത് എന്താ പറയാ, അൺറിയൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെയൊക്കെ പ്രവർത്തിക്കുക അല്ലെ. പിന്നെന്താ പറഞ്ഞ, അവയർനെസ് പ്രോഗ്രാം കൊണ്ടുവരിക, ഹോസ്പിറ്റലിനെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുക, റിക്രൂട്ട്മെന്റും റീടെൻഷൻ ഓഫ് എംപ്ലോയീസ് ഒക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നീഡ് ഓഫ് പബ്ലിക് റിലേഷനിൽ പറഞ്ഞത്. ദെൻ നമ്മൾ നോക്കിയായിരുന്നു മെയിൻ ആയിട്ട് പബ്ലിക് റിലേഷന്റെ 2 ടൈപ്സ് മെത്തേഡ്, ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ഷാരോൺ എന്തായിരുന്നു ഓപ്പറേറ്റീവ് മെത്തേഡ്സ്? ആരൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്? ഓർമ്മയുണ്ടോ? ടെലിഫോൺ ഓപ്പറേറ്റർ, ടെലിഫോൺ ഓപ്പറേറ്റിംഗ് വരുന്നുണ്ട്, ഇൻക്വയറി ഓഫീസ് പേഴ്സണൽ, എൻക്വയറി ഉണ്ട്, ക്ലർക്ക്, ഓഫീസ് ക്ലർക്ക്. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ, അതായത് ഓപ്പറേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ളതും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ വരുന്നു. ഓക്കെ, ദെൻ നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് കമ്മ്യൂണിറ്റി ഓപ്പറേഷനിൽ വരുന്ന മെയിൻ 3 കമ്പോണൻസ് പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു ജാസ്മിൻ? ആ 3 പോയിന്റ് വായിക്കാമോ? ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോമ്പോണൻസ്. joyful and polite behavior, ജോയ്ഫുൾ ആയിരിക്കണം, പൊളൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പെരുമാറ്റമായിരിക്കുക. ഓക്കെ, ദെൻ quick and efficient treatment, വേഗതയിലുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കുക. clear environment and well appearance of the workers. നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് കൊടുക്കുക. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ കോമ്പോണൻസ് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു കുറച്ച് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പബ്ലിക് റിലേഷനും ഫിസിക്കൽ ഫെസിലിറ്റീസും, ചെയർ, വാട്ടർ, അങ്ങനെയുള്ള റിഫ്രഷ്മെന്റ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ. കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ടു മേക്ക് അവൈലബിൾ suitable information patient, their relatives-നും വിസിറ്റേഴ്സിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ കൈമാറുക. പിന്നെ നമ്മൾ പറഞ്ഞു ഓറൽ കംപ്ലൈൻസ് ഒക്കെ റിട്ടേൺ വണിനേക്കാളും കൂടുതൽ ഓറൽ ആയിട്ടുള്ള കംപ്ലൈൻസിനൊക്കെ മറുപടിയൊക്കെ നൽകണം. സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസുള്ള റിപ്ലൈകൾ കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു സജഷൻ ബോക്സ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ എന്ത് ചെയ്യുക, സജഷൻ ബോക്സുകൾ വെക്കുക. വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഫിലിം ഷോസ്, എക്സിബിഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യണം. പിന്നെ ആനുവൽ ഡേ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് പബ്ലിക് റിലേഷൻ ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു അറ്റാച്ച് കൂടുതൽ കിട്ടും പബ്ലിക് ആയിട്ടുള്ള. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ് ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ. മാസ് മീഡിയ പ്രയോജനപ്പെടുത്തണം. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞത്. ഇനി കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോളോയിങ്. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നോക്കാം എങ്ങനെയൊക്കെയായിരുന്നു. ഷാരോൺ ഒന്ന് വായിച്ച് ആ ബോക്സ് ഒന്ന് വായിച്ച്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി Communication method can be used in the following ways. ഏതൊക്കെ വേസിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് സാധ്യമാകുന്നത്? ഓക്കെ, വായിച്ചോളൂ ബോക്സ്. Providing appropriate information to patient, their relatives and visitors. എവിടെ നിന്നൊക്കെയാണ് നമുക്കത് ലഭിക്കുന്നത്? അറ്റ് എൻക്വയറി And at enquiry and registration on patients, discharge regarding his or her health status, following up, discharge interview with attending physician can serve this purpose well. നമുക്ക് ഡിസ്ചാർജ് ഇന്റർനെറ്റ് ഫിസിഷ്യനായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഫിസിഷ്യനോട് ചോദിക്കാമെന്ന് പറഞ്ഞു.
നമ്മൾ പറഞ്ഞു എൻക്വയറിയിൽ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളും രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അല്ലെ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് an open house approach to the visitors without interfering in the routine medical care function. നമ്മൾ പറഞ്ഞു ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പേഷ്യന്റ് cannot be വിസിറ്റേഴ്സിന് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു the queries of relatives visitors can be satisfied if a doctor ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സിനോ ഒരു കോൺവെർസേഷൻ വിത്ത് ദ വാർഡ് ഇസ് മെയ്ഡ് അവൈലബിൾ. ഒരു വിസിറ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് നമുക്ക് വിവരങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഈ ഒരു സീനിയർ നഴ്സിനോടോ അല്ലെങ്കിൽ ഡോക്ടറിനോടോ ചോദിക്കാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ഡോക്ടേഴ്സ് റൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു PR-ന്റെ ഭാഗത്തു നിന്നും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ നമ്മള് സൈനും അല്ലെങ്കിൽ നെയിം ബോർഡ്സ് പറഞ്ഞു. ഹോസ്പിറ്റലുകളിൽ ഒരു നെയിം ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഒരു സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ എന്തിനാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലത്തേക്കും പോകുന്ന ആ ഒരു ബോർഡ്സ്, ഇപ്പൊ ഓരോ വാർഡ് എവിടെയാണ് അല്ലെങ്കിൽ റൂം നമ്പർ അല്ലെങ്കിൽ ആളുടെ പേര് അല്ലെ. ഓൾ റൂം നമ്പർ ഷുഡ് ബി നമ്പേർഡ്, നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടാവും. ആളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ പേരൊക്കെ ഓരോ റൂമിന്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാവാറില്ലേ, അങ്ങനെയൊക്കെ വെക്കുന്നത് കേട്ടോ. ദെൻ നമ്മൾ നോക്കി കംപ്ലൈൻസ് കോംപ്ലിമെന്റ്സ് അല്ലെ. അതായത് വെർബൽ കംപ്ലൈൻസിന് അവിടെ പ്രാധാന്യമുണ്ട്. റിട്ടേൺ കംപ്ലൈന്റ് ബോക്സിൽ നമുക്ക് കംപ്ലൈന്റ് എഴുതിയിടാം, സജഷൻ ബോക്സിൽ സജഷൻ ഒക്കെ എഴുതിയിടാം. ദെൻ നമ്മൾ നോക്കി ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഇന്ററാക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന്. ഹോസ്പിറ്റൽ ഇന്ററാക്ഷൻസ് ടൂറിസ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഫെയർസ് കൊണ്ടുവരാം, എക്സിബിഷൻസ് കൊണ്ടുവരാം, സ്പെഷ്യൽ ക്ലിനിക്സ് അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് സംഘടിപ്പിക്കാം അല്ലെ. വെക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെയാണ് പബ്ലിക് ആയിട്ടുള്ള കുറച്ച് ഇന്ററാക്ഷൻ കൂട്ടുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു സ്പീക്കേഴ്സ് ബ്യൂറോ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ആരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വ്യക്തി? ഷാരോൺ, ആരാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് സ്പീക്കേഴ്സ് ബ്യൂറോയില്? CEO. CEO ആണ് സ്പീക്കേഴ്സ് ബ്യൂറോ. ജാസ്മിൻ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് പോയിക്കൊള്ളു തോന്നുന്നു. ഓക്കെ, അപ്പൊ CEO ആണ് സ്പീക്കേഴ്സ് ബ്യൂറോയില ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അദ്ദേഹമാണ് CEO ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും അല്ലെ. ഷുഡ് use every opportunity to speak other service organization and institution. ഹെൽത്ത് മാറ്റേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നതും CEO ആയിരിക്കും. ദെൻ നമ്മൾ പറഞ്ഞു ഒരു അഡ്വൈസറി കമ്മിറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. ഇറ്റ് ഈസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന്റെ എല്ലാ കാര്യങ്ങളും അല്ലെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അഡ്വൈസറി കമ്മിറ്റിയാണ്. ദെൻ നമ്മൾ പറഞ്ഞു ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ. ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് നടത്താം, പിന്നെ എന്താണ് ജനറൽ ഒപ്പീനിയൻ അല്ലെ. നമ്മൾ പറഞ്ഞൊരു ജനറൽ ആയിട്ടുള്ള ഒരു വോട്ടും കാര്യങ്ങളും ചെയ്യണം. പിന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് കൊടുക്കാം, കംപ്ലൈന്റ് എത്ര കംപ്ലൈന്റ്സ് വന്നെന്ന് നോക്കാം അല്ലെ. പിന്നെ എന്താണ് ടേൺ ഓവർ, ഹെൽത്ത് സ്റ്റാഫിന്റെ ടേൺ ഓവർ ചെക്ക് ചെയ്യണം, ഡൊണേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് ലാമ കേസസ് എത്രണ്ണം വന്നെന്ന് അന്വേഷിക്കുക. കണ്ടോ, ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ലാമ, ഫുൾ ഫോം പഠിക്കണോട്ടോ, ഇമ്പോർട്ടന്റ് ആണത്. ദെൻ നമ്മൾ നോക്കിയത് ഇൻഡിക്കേറ്റേഴ്സ് മെഷറിംഗ് പബ്ലിക് റിലേഷൻ നോക്കിയായിരുന്നു. ദെൻ നമ്മൾ പറഞ്ഞു സർവേസ് നടത്തണം അല്ലെ. നമ്മൾ പറഞ്ഞു പിന്നെ ഗുഡ് ഓർ ബാഡ് ഓർ അല്ലെങ്കിൽ വെരി ഗുഡ് അല്ലെങ്കിൽ എക്സലന്റ്, ഓരോ നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെ തന്നിട്ടേ പേഷ്യൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ളൊരു എന്താ പറയാ ഒരു സർവേസ് പോലെ ചെയ്യാം എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു കസ്റ്റമർ കംപ്ലൈന്റ് ഇമ്പോർട്ടന്റ് ആണ്. ലെസ് ദ കംപ്ലൈന്റ് ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ. കുറവ് കംപ്ലൈന്റ് ആണെങ്കിൽ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻ ആണ് അവിടെ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ജനറൽ ഒപ്പീനിയൻ പോൾ അല്ലെ. മോസ്റ്റ് പെർട്ടൈൻ സിംഗിൾ ക്വസ്റ്റ്യൻ, ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിനൊരു വോട്ടെടുപ്പ് പോലെയൊക്കെ നടത്തും. ദെൻ നമ്മള് വോളണ്ടിയേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. വോളണ്ടിയേഴ്സ് മീൻസ് നമ്മളറിയാം ഒരു സംഘടനയിലെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നിയന്ത്രിക്കുന്ന ഒരാളാണ് ആരെ വോളണ്ടിയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ പബ്ലിക് സ്പിരിറ്റഡ് സർവീസ് മൈൻഡഡ് പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസ് ചെയ്യുന്നു. അവര് പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് വേണ്ട ഹോസ്റ്റ് തിങ്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ആരാണ് അല്ലെ, വോളണ്ടിയർ ആയിരിക്കും. നമ്മൾ പറഞ്ഞു മോൾ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ
ബെറ്റർ ദാൻ പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷനിലും കൂടുതൽ കുറച്ചും കൂടി ബെറ്റർ ആണ് ഈ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ് നോക്കിയായിരുന്നു അല്ലെ. മെഡിക്കൽ സ്റ്റാഫ് ഇന്ന ടൈമിനുള്ളിൽ ടേൺ ഓവർ ചെയ്ത് പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ. ഹയർ പേഷ്യന്റ് ടേൺ അപ്പ് വെൻ പേഷ്യന്റ് ആർ റിമൈൻഡഡ് ആൻഡ് ടെക്സ്റ്റ് മെസ്സേജും അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ച് വരുന്ന ടെക്സ്റ്റ് മെസ്സേജും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നൽകേണ്ടത് ആരാണ്? ഈ ഒരു അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇമെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ അവരെ വിളിച്ചൊന്ന് സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന് ഒരു കൺസിസ്റ്റൻസി കിട്ടുമല്ലോ. ഇനി ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻ വേണം അല്ലെ. പേഷ്യന്റും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫും തമ്മിൽ ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഡൊണേഷൻ പറഞ്ഞായിരുന്നു അല്ലെ. ഡൊണേഷൻ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഒരു പ്രൈമറി മിഷൻ എന്ന് പറയുന്നത് ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റ് ഇൽ പേഷ്യന്റ്. പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരു മിഷൻ എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് സംടൈംസ് നമ്മൾ പറഞ്ഞു പേഷ്യന്റ് മൈറ്റ് ഫെയിൽ ടു മീറ്റ് അപ്പ് വിത്ത് ചാർജസ് നീഡഡ് ഫോർ ദിസ്. പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നും കുറച്ച് പൈസകൾ ക്യാഷ് എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ദെൻ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ലാമ. ഏതായിരുന്നു? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അല്ലെ. അതായത് ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശിച്ചിട്ടുള്ള ആ ടൈമിനുള്ളിൽ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഡോക്ടറിന്റെ ആ ഒരു നിർദ്ദേശത്തിന് സജഷന് വിരുദ്ധമായിട്ട് പുറത്തു പോകുന്ന ഒരു ഇതാണ് വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിനെയാണ് നമ്മൾ ലാമ പേഷ്യൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു AMA പ്രൊസീജിയർ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു പേഷ്യൻസ് ഡിസ്ചാർജ് ആണെങ്കിൽ ഒരു AMA പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു AMA ഫോമിൽ നമ്മൾ അത് ആ ഒരു ഫില്ലൊക്കെ ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ളൊരു ലാമ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യിക്കുക. ഇനി നമ്മൾ പറഞ്ഞു മോർ ലാമ പേഷ്യൻസ്, കൂടുതൽ ലാമ പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഒത്തിരി ലാമ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നു എന്നാണോ? അല്ല അല്ലെ. മറിച്ച് അവിടുത്തെ ഒരു പബ്ലിക് റിലേഷൻ പോരായ്മയുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്യണം? ഈ ലാമ പേഷ്യൻസിനെ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മൾ ലെറ്റർ ടു ദ എഡിറ്റർ പറഞ്ഞായിരുന്നു. ലോക്കൽ ന്യൂസ് പേപ്പറിൽ വരുന്ന എഡിറ്റേഴ്സും കാര്യങ്ങളും അതിനൊരു സ്പേസ് ഉണ്ട്, നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കാം അല്ലെ. ദെൻ നമ്മൾ പറഞ്ഞു ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഒരു പബ്ലിക് റിലേഷനുടെ ക്വാളിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു കോമൺ സെൻസ്, അത്യാവശ്യം ഒരു ആംബിൾ കോമൺ സെൻസ് വേണം. പിന്നെന്താണ്? അയാൾക്കൊരു നല്ലൊരു ജഡ്ജ്മെന്റ് ഇത് വേണം. ഓർഗനൈസിങ്ങിനുള്ള കപ്പാസിറ്റി വേണം. വർക്ക് ലോങ് ടൈമിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് വേണം. പിന്നെന്താ പറയാ, സെൻസ് ഓഫ് ഹ്യൂമർ വേണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനുള്ള ഒരു നോളജ് വേണം. ദെൻ ക്രിയേറ്റീവ് ഐഡിയാസ് വേണം. മീഡിയ ആയിട്ട് ഒരു അടുപ്പം വേണം, അറ്റാച്ച് വേണം. പിന്നെ ഒരു ഹോസ്പിറ്റൽ ഈ പ്രൊഫഷനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു PR വേണ്ട ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ റോള് നോക്കിയായിരുന്നു. അഡ്വക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്രോബ്ലം സോൾവർ ആയിട്ട് നിലകൊള്ളണം അല്ലെ. ഇനി ദെൻ നമ്മൾ ഇന്ന് നോക്കിയത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ അല്ലെ. ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കി. പ്ലാനിങ് സ്ട്രാറ്റജീസ് ചെയ്യുക. പിന്നെന്താണ്? പ്രസന്റേഷൻസ് ഒക്കെ റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഓപ്പൺ ഡേയും പ്രസ് കോൺഫറൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക. ടു പ്രൊവൈഡ് ക്ലയന്റ് ഇൻഫർമേഷൻ ഒക്കെ ക്ലയന്റിന് കൈമാറുക. മീഡിയ കവറേജ് ഒക്കെ ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫങ്ഷൻസിൽ വരിക. ദെൻ നമ്മൾ നോക്കിയത് അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു PR ഒരു ലോക്കൽ പ്രസിനെ പറ്റി അദ്ദേഹത്തിന് ഒരു ബോധ്യം വേണം അല്ലെ, പ്രസിനെ പറ്റിയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞു ആ ഒരു എഡിറ്റർക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞു പബ്ലിക്, അതായത് when something has seriously wrong consequence. ഇപ്പൊ എന്തെങ്കിലും ഗുരുതരമായൊരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗുരുതരമായ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള അനന്തരഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങള് വിവരങ്ങളൊക്കെ എത്രയും വേഗം സ്വമേധയാ ക്ലയൻസിന് നൽകണം. ദെൻ നമ്മൾ VIPസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇൻഫോർമേഷൻ റിഗാർഡിംഗ് കണ്ടീഷൻ ഓഫ് ഹോസ്പിറ്റൽ പേഷ്യൻസ് എസ്പെഷ്യലി VIPസും അല്ലെങ്കിൽ വെരി സീരിയസ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഷുഡ് ബി ഗാർഡഡ് ആൻഡ് പ്രിഫറബിളി ഗവേൺഡ് ബൈ അപ്രൂവൽ കോഡ്. അങ്ങനെയുള്ളവരുടെ ഇപ്പൊ VIPസ് ഞാൻ പറഞ്ഞു, ഇപ്പൊ മന്ത്രിമാരോ
ഇങ്ങനെയുള്ള VIPs കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള VIPസിന്റെയും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെയും അവരുടെ എല്ലാം റെക്കോർഡ് ഒരു കോഡ് പോലെ അപ്രൂവൽ ആയിട്ടുള്ള ഒരു കോഡിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു ഇന്റർവ്യൂസ് ഓഫ് എ പേഷ്യന്റ് ബൈ ദ പ്രസ് ഓർ ടേക്കിംഗ് ദെയർ ഫോട്ടോഗ്രാഫ്. ഇപ്പോ പേഷ്യന്റിനെ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസും അല്ലെങ്കിൽ ഇതുപോലെ എന്താ പറയാ വല്ല മന്ത്രിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ മീഡിയക്കാരൊക്കെ ഇന്റർവ്യൂവിനും അല്ലെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി ചെല്ലാറുണ്ട് അല്ലെ. നമ്മള് ന്യൂസിലൊക്കെ കാണാറില്ല ഇപ്പൊ സെലിബ്രിറ്റി ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോ. ഓക്കെ, അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന്റെ അനുവാദം വേണം, അല്ലെങ്കിൽ എന്ത് വേണം, ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ കൺസെന്റ് നിർബന്ധമായിട്ടും വേണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇന്റർവ്യൂസും ഫോട്ടോസും എടുക്കാനായിട്ടുള്ള അനുവാദം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. എളുപ്പമാണ്, നല്ല ചാപ്റ്ററാണ്, എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ ഷാരോൺ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ ചാപ്റ്റർ? ക്ലിയർ അല്ലേ? കൂടുതൽ നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വായിപ്പിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും. ഏത് ചാപ്റ്ററാണ് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനാണ്. ഇത്രയും ചാപ്റ്റർ കറക്റ്റ് ആയിട്ട് നമുക്ക് വരും കേട്ടോ ഇതിനുള്ള ഈ ചാപ്റ്ററിന്റെ. Okay, Miss. ഓക്കെ, താങ്ക് യു. Thank you, Miss.